രണ്ട് മൂന്ന് കാര്യങ്ങൾ ഷെയർ ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ഇവിടെ ഈ അപകടത്തെ തുടർന്ന് ഈ പരിസരത്തുള്ളതായ കോഴിക്കോട് നഗരത്തിലെ പ്രധാനപ്പെട്ട ആശുപത്രികളിലേക്ക് വളരെ അക്യൂട്ടായിട്ടുള്ള പേഷ്യൻസ് വരെ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിരുന്നു. അതിൽ ഇക്ര ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത് 10 പേഷ്യൻസാണ്. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത് 9 പേരാണ്. മിംസിൽ അറ്റ് പ്രസൻറ്റ് 4 പേഷ്യൻസ് ഉണ്ട്. അതിൽ 2 പേഷ്യൻസും വെന്റിലേറ്ററിലാണ്. അപ്പോൾ ഇത്രയും ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലൂടെ കുറേ പേഷ്യൻസ് പരിസരത്തുള്ളതായിരിക്കുന്ന പല ആശുപത്രികളിലുമായിട്ട് ഇവരുടെ ചികിത്സയ്ക്ക് ഉത്തരവാദിത്തം സർക്കാർ സാമ്പത്തികമായ സഹായം നൽകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിട്ടുള്ള ഒരു ഘടകം. അത് ഇപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയും ഗവൺമെൻറ്റും ഉടനെ ഇടപെട്ട് ജില്ലാ ഭരണകൂടത്തിന് അതിൻ്റെ നടപടിക്രമങ്ങൾ നീക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുക്കണം. അടിയന്തര സാഹചര്യത്തിൽ എല്ലാവരുടെയും ചികിത്സ സമ്പൂർണ്ണമായി സർക്കാർ ഉത്തരവാദിത്വത്തിൽ നടപ്പിലാക്കി കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. ഇതിൽ പല പേഷ്യൻസ് ഇപ്പം വെന്റിലേറ്റർ പേഷ്യൻറ്റിന് ഒരു ദിവസം ചിലവാകുന്ന തുക, ഈ മരുന്നുകൾക്ക് ചിലവാകുന്ന തുക, ഈ സാധാരണക്കാരനെ സംബന്ധിച്ച് സർക്കാർ മെഡിക്കൽ കോളേജ് ആശ്രയിക്കുന്നത് മെച്ചപ്പെട്ട ചികിത്സയും അവർക്ക് സൗജന്യമായി മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാകണം എന്നുള്ളത് കൊണ്ടാണ്. അത് ലഭ്യമാകാതെ സ്വകാര്യ ആശുപത്രിയിലേക്ക് തീപിടുത്തം മുഖാന്തരം പോകേണ്ടി വരുന്നതായ സാഹചര്യം അതീവ ഗൗരവതരമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്തം സർക്കാരിനാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സാമ്പത്തികമായ ബാധ്യത സമ്പൂർണ്ണമായി സർക്കാർ ഏറ്റെടുക്കണം. അതിൻ്റെ നിർദ്ദേശം ഇതുവരെയും ആശുപത്രികൾക്ക് നൽകിയില്ല എന്നുള്ളത് ഒരു ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. സർക്കാർ ആ കാര്യത്തിൽ ഉടനടി ആക്ട് ചെയ്യണം എന്നതാണ് ഒരു കാര്യം പറയാനുള്ളത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരവധിയായ കെട്ടിടങ്ങൾ, നിരവധി എക്യുപ്മെൻസുകൾ, അതും ടെക്നിക്കലി വളരെ സീരിയസ് ആയിട്ടുള്ള വില കൂടിയതായിട്ടുള്ള നിരവധിയായിട്ടുള്ള എക്യുപ്മെൻറ്റുകൾ, നിരവധി കെട്ടിടങ്ങൾ, ഇതെല്ലാം പ്രവർത്തിക്കുന്നതായ ആശുപത്രി, കോളേജുകൾ, അതുപോലെ നേഴ്സിംഗ്, പാരാമെഡിക്കൽ തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള സ്ഥാപനങ്ങൾ മുഴുവൻ പ്രവർത്തിക്കുന്നതായ നിരവധി കെട്ടിടങ്ങളുള്ളതായിരിക്കുന്ന ഈ സമുച്ചയത്തിൽ ഇതുവരെ ഒരു ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കാനുള്ളതായ സ്ഥലം നൽകാൻ ഇതുവരെ മെഡിക്കൽ കോളേജ് ഇതുവരെ തയ്യാറായിട്ടില്ല. അതിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. ഇത് നേരത്തെ ഇതിൻ്റെ റിക്വസ്റ്റ് ഇവിടെ വന്നതാണ്. സർക്കാർ തലത്തിലേക്ക് ഇതിൻ്റെ കാര്യങ്ങൾ പോയിട്ടുള്ളതാണ്. ഒരു 20 സെൻറ്റ് സ്ഥലം കൊടുത്തിരുന്നുവെങ്കിൽ ഇവിടെ തന്നെ ഫയർ സ്റ്റേഷൻ ഉണ്ടാകുമായിരുന്നു. ഒരു ഫയർ സ്റ്റേഷൻ ഇത്രയും സെൻസിറ്റീവായിട്ടുള്ള ഒരു സ്ഥലത്ത്, അപകടങ്ങൾ പ്രതീക്ഷിക്കേണ്ടതായിരിക്കുന്ന സ്ഥലത്ത്, ഇതോ ഇതിലേറെയോ ഇതിൽ ചെറുതോ ആയിട്ടുള്ള അപകടങ്ങൾ പ്രതീക്ഷിക്കേണ്ട സ്ഥലത്ത് ഒരു ഫയർ സ്റ്റേഷന് യഥേഷ്ടം സ്ഥലമുണ്ടല്ലോ. ഒരു 20 സെൻറ്റ് സ്ഥലം കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കാതിരുന്നത് ഈ സാഹചര്യത്തിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏത് പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ആണെങ്കിലും സർക്കാർ മെഡിക്കൽ കോളേജ് ആണെങ്കിലും അവിടെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാകും. നിർഭാഗ്യവശാൽ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഒരു ഫയർ ടെക്നീഷ്യൻ മെഡിക്കൽ കോളേജിൽ നിലവിൽ സ്ഥിരം പോലുമില്ലാത്തതായ ഒരു സ്ഥാപനമാണ് മെഡിക്കൽ കോളേജ് എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. മാത്രമല്ല, ഈ ഫയർ ആൻഡ് സേഫ്റ്റി ടെക്നീഷ്യൻ അദ്ദേഹം HDS മുഖാന്തരം ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ലീവിൽ പോയി. പിന്നെ അദ്ദേഹം വരാതെയായി. ഇപ്പോൾ ആ പോസ്റ്റിൽ ആരെയോ ഇന്നലെയോ ഇന്നും മറ്റോ നിയമിക്കാനുള്ള നടപടികളാകുന്നു എന്നുള്ളതായിരിക്കുന്ന വിവരം കേൾക്കുന്നു. എനിവേ, ഫയർ ആൻഡ് സേഫ്റ്റിയുടെ കാര്യത്തിൽ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്ത് നിന്ന് അതീവ ഗൗരവതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ആ വീഴ്ച സെപ്പറേറ്റ് അന്വേഷണത്തിന് വിധേയമാക്കണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നെഗ്ലിജൻസ് വന്നിരിക്കുന്നത് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തു നിന്നും ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുമാണ്. ആ കാര്യം ഗൗരവത്തോടുകൂടി അന്വേഷണ വിധേയമാക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരണത്തിലേക്ക് നയിച്ചതായിരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു ഉന്നതതല അന്വേഷണത്തിന് സർക്കാർ തയ്യാറാണ്. ആ അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ മുഴുവൻ വെളിപ്പെടട്ടെ. എന്താണ് യഥാർത്ഥ കാരണം എന്നുള്ളത് പുറത്തു വരട്ടെ. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നസീറ എന്ന് പറയുന്ന പാവപ്പെട്ട ഹതഭാഗ്യ, ഇന്നലെ അവർ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ കിടക്കുമ്പോൾ
അവർ ജ്യൂസ് അടക്കം കുടിച്ച് പിക്കപ്പായി വരുന്നു എന്നുള്ളതായിരുന്നു അവരുടെ കുടുംബം ഇന്നലെ എന്നോട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം. മാധ്യമപ്രവർത്തകരോടും അവർ സംസാരിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ അപകടം നടന്നത്. ഈ അപകടത്തിലാണ് അവർ മരണപ്പെട്ടത്. പല കുടുംബങ്ങളും ഈ കാര്യം പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു ഉന്നതതല അന്വേഷണവും അതിൽ മരണപ്പെട്ട കുടുംബങ്ങളെ സഹായിക്കാനുള്ള നടപടികൾ സർക്കാർ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്ന് സർക്കാരിനോട് വിനീതമായി ആവശ്യപ്പെട്ടു. 3 പേർ മരിച്ചെന്ന കാര്യം ആദ്യമേ ഉന്നയിച്ചത് ഏതാ 3 പേര് മരിച്ചു എന്നൊരു കാര്യം ആദ്യം ഉന്നയിച്ചത് കാര്യത്തിൽ ഒരു മിനിറ്റ് എന്താ പറഞ്ഞത്? സംഭവത്തിന്റെ ഉത്തരവാദിത്വം സ്വാഭാവികമായിട്ടും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ, മെഡിക്കൽ കോളേജ് ആണല്ലോ. അപ്പോൾ ഒന്ന് ഫയർ ആൻഡ് സേഫ്റ്റി, 2 ഇത്തരം സാഹചര്യത്തിൽ വരുമ്പോൾ ഇവാക്യുവേഷൻ ഉള്ളതായിരിക്കുന്ന സിസ്റ്റം എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൃത്യമായിട്ടുണ്ടാവണം. ആ ഇവാക്യുവേഷൻ സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ വാതിൽ പൊട്ടിക്കേണ്ടതായിരിക്കുന്ന സാഹചര്യം വരെ വന്നു എന്ന് രോഗികളുടെ ബന്ധുക്കൾ പറയേണ്ടതായ സാഹചര്യം. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് ഇനിയൊരു അപകടം വരാത്ത രീതിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ശക്തമായി, കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാത്രമല്ല കേരളത്തിലെ മെഡിക്കൽ കോളേജുകളെ ശക്തമായി സംരക്ഷിക്കാനുള്ള ഒരു നടപടി ഈ അപകടത്തെ തുടർന്ന് ഉണ്ടാകണം എന്നതായിരിക്കുന്ന പൊതു താല്പര്യമാണ് മുമ്പിൽ വെക്കുന്നത്. അല്ല, പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെളിവാകുന്ന കാര്യത്തെ സംബന്ധിച്ച് കൃത്യവും വ്യക്തവുമായിട്ടുള്ള തീരുമാനമുണ്ടാവണം. ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണ സംവിധാനം, അതിൽ പോലീസ്, ഫയർ ആൻഡ് സേഫ്റ്റി, പിന്നെ അതുപോലെ ഇലക്ട്രിക്കൽ, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും, മെഡിക്കൽ പിന്നെ കാര്യങ്ങൾ തുടങ്ങിയതായ ഗുരുതരമായ കാര്യങ്ങൾ മുഴുവൻ എടുത്ത് അനലൈസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കുന്ന ടീമിനെ വെച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഏറ്റവും ഉചിതം. അത് സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ മുമ്പോട്ട് വെക്കുന്നു. ഈ കാര്യത്തിലുള്ള തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ സ്വകാര്യ ആശുപത്രികളിൽ ഇപ്പം കുറേ ആൾക്കാരെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് പെട്ടെന്ന് സഹായം നൽകണം. എന്താണ് അതിനെക്കുറിച്ച്? അല്ല, ഒരു പ്രശ്നമില്ലല്ലോ. അപ്പം ജില്ലാ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ചെയർമാൻ ജില്ലാ കളക്ടറാണ്. ജില്ലാ കളക്ടർക്ക് ഉചിതമായ തീരുമാനം ഇപ്പോൾ എടുക്കാം. സർക്കാർ ഒരു നിർദ്ദേശം കൊടുത്താൽ മതി. DDMA ചെയർമാൻ എന്നുള്ള നിലക്ക് ജില്ലാ കളക്ടർക്ക് അടിയന്തര തീരുമാനം ഇപ്പോൾ എടുക്കാം. ഇതിൻ്റെ ചികിത്സ സംബന്ധിച്ചതായിരിക്കുന്ന സാമ്പത്തികം സർക്കാർ വഹിക്കും, DDMA വഹിക്കും. ഒരു ചെറിയതായിരിക്കുന്ന തീരുമാനം മതി. ആ തീരുമാനം സർക്കാർ എടുക്കണം. അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന് എടുക്കാം, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കാം. അതിനൊരു ഫോൺ കോളിൻ്റെ കാര്യമുള്ളൂ. അത് കാര്യം സർക്കാർ തീരുമാനിക്കണം. അപ്പോൾ ഇവരൊക്കെ പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോകേണ്ടി വരും. അപ്പം 10 പേർ ഇക്ര ആശുപത്രിയിൽ, 4 പേർ മിംസ് ആശുപത്രിയിൽ, അതിൽ 2 പേർ വെന്റിലേറ്ററിൽ. ഇതിൽ പല രോഗികളും അവശരായി കിടക്കുന്നു. ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ 9 പേർ വന്നിരുന്നു. അതിൽ 2 പേർ അവിടെ നിന്ന് പോയിട്ടുണ്ട്. ബാക്കി 7 പേർ ഇപ്പോഴും ബേബി മെമ്മോറിയൽ ആശുപത്രിയിലുണ്ട്. മറ്റ് ആശുപത്രികളിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഇത്രയും ആശുപത്രികളുമായി കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനം നിരവധി രോഗികൾ പുറത്ത് ആശുപത്രിയിൽ അവരൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ ചികിത്സയ്ക്ക് പണം ഉണ്ടാവണം. പണം സ്വാഭാവികമായി വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു പേഷ്യൻറ്റിന് സ്വകാര്യ ആശുപത്രിയിൽ എത്രത്തോളം പണം ചിലവാകും? അപ്പോൾ ക്രിറ്റിക്കലായ പേഷ്യൻസാണ് ഈ പേഷ്യൻസ് മുഴുവൻ. അപ്പോൾ അവരുടെ ചികിത്സയുടെ കാര്യത്തിലുള്ള തീരുമാനം എടുക്കേണ്ട സമയം അതിക്രമിച്ചു. അവിടെ സർക്കാർ തീരുമാനം ഇപ്പോൾ എടുക്കേണ്ടതാണ്. വിദഗ്ധ സമിതിയുടെ അന്വേഷണം വേണം. ആ വിദഗ്ധ സമിതിയുടെ അന്വേഷണത്തിൽ ഫയർ ആൻഡ് സേഫ്റ്റി കാര്യത്തിലുണ്ടായ നെഗ്ലിജൻസ് അത് ചെറുതല്ല. ഇപ്പോൾ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ, ഇത്രയും കെട്ടിടങ്ങളുള്ള ഒരു ക്യാമ്പസിൽ ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കാനുള്ളതായിരിക്കുന്ന പ്രപ്പോസൽ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ഫയർ സ്റ്റേഷൻ വന്നില്ല? 2, ഫയർ ടെക്നീഷ്യൻ്റെ സാന്നിധ്യം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇല്ലായിരുന്നു. ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ ഇല്ല. അപ്പോൾ അത്രയും ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം ഇവിടെ വന്നിട്ടുണ്ട്. ഏതാ മെഡിക്കൽ കോളേജിൻ്റെ ഭരണ സംവിധാനത്തിൽ ഗുരുതരമായിട്ടുള്ള പാളിച്ച വന്നു. അതിൻ്റെ പാളിച്ചകൾ തിരുത്താൻ അവർ പല സമയം എനിക്ക് വന്നൊരു ഇൻഫർമേഷൻ ഞാൻ പറയാം. ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കാനുള്ള പ്രപ്പോസലിൽ സ്ഥലം കൊടുക്കാൻ പോലും തയ്യാറായില്ല. അപ്പോൾ അങ്ങനെ ഒത്തിരി പാളിച്ചകളുണ്ട്. അപ്പോൾ ഫയർ ടെക്നീഷ്യൻ്റെ സാന്നിധ്യം ഇവിടെ ഇല്ല. അപ്പോൾ അതുപോലെയുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾ പിന്നെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാവേണ്ടതായിരിക്കുന്ന ഇവാക്യുവേഷൻ പ്ലാനും അതുപോലെ എമർജൻസി എക്സിറ്റ് ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം പ്രാവർത്തികമായി, അങ്ങനെ തുടങ്ങി ഗുരുതരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായി അനുബന്ധമായി പുറത്തു വരേണ്ടത്. ഇന്നലെ MLA
ഇത് അടുത്തുദ്ഘാടനം ചെയ്തതാണ്. അടുത്തുദ്ഘാടനം ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഉത്തരേന്ത്യയിലും മറ്റൊക്കെ കേട്ടിട്ട് പലയിടത്തും കേട്ടിട്ടുണ്ട്, ആശുപത്രി കാഷ്വാലിറ്റിയിൽ അതുപോലെ ന്യൂബോൺ കെയറിൽ ഒക്കെ അപകടം ഉണ്ടായി. അതുപോലെ ഒരു സംഭവമൊന്നും നമ്മുടെ നാട്ടിൽ നടക്കാറില്ല. അപ്പോൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിൽ, ബിൽഡിങ്ങിൻ്റെ ഇലക്ട്രിക്കൽ ഫിറ്റിങ്സിൻ്റെ കാര്യത്തിൽ വല്ലതായിരിക്കുന്ന പ്രശ്നം വന്നോ അത് പരിശോധിക്കപ്പെടണമല്ലോ. ആ പരിശോധനയും ഇതിൻ്റെ ഭാഗമായി നടക്കേണ്ടതില്ല. രക്തസമിതി എന്ന് പറയുമ്പോൾ ഏത് വിധത്തിൽ ആരാണ് അതിനെ നയിക്കേണ്ടത്, അങ്ങനെ ഒരു ആവശ്യമുണ്ടോ? ഇല്ല, അത് സർക്കാർ തീരുമാനിക്കട്ടെ. സർക്കാർ തീരുമാനിച്ച് അതിൻ്റെ നിർദ്ദേശങ്ങൾ പ്രാവർത്തികമായി നടപ്പിലാക്കാനുള്ള സംവിധാനങ്ങൾ സർക്കാർ തലത്തിൽ ഞാൻ അവിടെയുള്ളതായിരിക്കുന്ന ബന്ധുക്കളും അവിടെയുള്ള സ്റ്റാഫും അവിടെയുള്ളതായ സഹായികളും അവിടെയുള്ള രോഗികളുടെ ബന്ധുക്കളും ഒക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വിവരമാണ് പറഞ്ഞത്. അതിൽ എനിക്കൊരു വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ നിയോജക മണ്ഡലത്തിലെ ഒരു പേഷ്യൻ്റ് നസീറ, അവരുടെ ബന്ധുക്കളുമായി സംസാരിച്ചപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. ഇവിടെ ഗുരുതരമായിട്ടുള്ള പ്രശ്നം വന്നിട്ടുണ്ട്. ആ പ്രശ്നം ഞാൻ ഷെയർ ചെയ്തു. ഞാൻ മന്ത്രിയെ വിളിച്ചപ്പോൾ എനിക്ക് കിട്ടിയില്ല. ഞാൻ അവരോടും ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നു. അവരും ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കും, നടപടി ഉണ്ടാകും, സമീപനം ഉണ്ടാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ അവരോട് ഒന്നുകിൽ ബൈ ഫോണോ അല്ലെങ്കിൽ ഞാൻ നേരിട്ടോ അവരോട് സംസാരിക്കും. മന്ത്രി ആ കാര്യത്തിൽ പോസിറ്റീവായിട്ടുള്ള റിയാക്ഷൻ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് പൂർണ്ണ പ്രതീക്ഷ. മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തത വന്നിട്ടുണ്ടോ? ഡോക്ടേഴ്സ് എന്തെങ്കിലും പറയുന്നുണ്ടോ അതിനകത്ത്? അത്തരം കാര്യങ്ങളിൽ അത് ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് വരേണ്ട സമീപനമാണ്. അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നതിന് ഉചിതം. Subscribe to One India and never miss an update.